ഹായ് ഹലോ വെൽക്കം ബാക്ക്. വീണ്ടും ഒരു ക്രിസ്മസ് ഔട്ട്ഫിറ്റ് ഹോളോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഞാൻ എടുത്തേക്കുന്ന എല്ലാ പ്രൊഡക്റ്റും വന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ളതാണ്. ഇതിനു മുന്നേ ഞാൻ 2 ഡ്രസ് ഹോൾ ചെയ്തിരുന്നു. അതിലെല്ലാം ഞാൻ ഡ്രസ്സും ഗൗണും കുർത്തയൊക്കെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഇന്ന് ഞാൻ ഇതില് ഡ്രസ്സും ഗൗണും പിന്നെ കുർത്ത സെറ്റ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സും ഗൗണും ഒന്നും ഉപയോഗിക്കാതെ കുർത്ത സെറ്റ്സ് മാത്രം ഉപയോഗിക്കുന്നവരില്ലേ, അങ്ങനെയുള്ളവരെയും കൂടെ ചേർത്ത് ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ ഹോൾ ചെയ്തേക്കുന്നത്. ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഞാൻ വേറെ ചെയ്ത വീഡിയോസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. ഇതിനു മുന്നേ ചെയ്ത ക്രിസ്മസ് ഹോൾസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ ഇവിടെ ഐക്കാർട്ടിലും കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള മാക്സി ഡ്രസ് ആണ്. ഇതിന്റെ മെറ്റീരിയൽ വന്ന് കോട്ടൺ റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ഇതിന്റെ യോക്ക് പോർഷനിൽ 2 ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വേസ്റ്റിന്റെ ഭാഗത്ത് ചുറ്റിനും ഇങ്ങനെ എംബ്രോയിഡറി പോകുന്നുണ്ട്. കുഞ്ഞി ഫ്ലോറൽ എംബ്രോയിഡറി ആണ് പോകുന്നത്. ഇതിന്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. മിനി പഫ് സ്ലീവ് ആണ്. സ്ലീവിന്റെ തുമ്പത്തായിട്ട് ഒരു ചെറിയ പടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അവിടെയും ചെറുതായിട്ട് ഞുറി പോകുന്നുണ്ട്. സ്ലീവ് മൊത്തത്തിലും കുഞ്ഞി ഫ്ലോറൽ എംബ്രോയിഡറിയും പോകുന്നുണ്ട്. ഇതിന്റെ ബാക്കും ഫ്രണ്ടും വന്ന് ഒരേ കട്ടാണ് ഉണ്ടാവുന്നത്. മാക്സി ഡ്രസ് മോഡലാണ് കേട്ടോ. ഇതെനിക്ക് വന്ന് ഒരു കാഫ് ലെങ്ത് വരെയാണ് ഉണ്ടാവുന്നത്. നിങ്ങൾ മീഡിയം ഹൈറ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നീ ലെങ്തിന് താഴെ ഉണ്ടാവുള്ളൂ കേട്ടോ. എനിക്ക് ഹൈറ്റ് കുറവാണ്. ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു XXL വരെയാണ്. ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്ന് XXL ആണ്. XXL എടുത്തിട്ട് എനിക്ക് കുറച്ചൊന്ന് ഒതുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് 441 രൂപയാണ്. ഇത് ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ മാത്രമല്ല, അല്ലാതെ തന്നെ ഡെയിലി യൂസിനും പറ്റിയ നല്ലൊരു കുർത്തയാണ്. നിങ്ങൾക്ക് ഇത് ഡ്രസ്സായിട്ടും പിന്നെ ബോട്ടം ഇട്ട് വെയർ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ഇത് വെയർ ചെയ്യാം. അടുത്തത് വന്ന് റെഡ് കളറിലുള്ള ചെക്ക് ഷർട്ട് മോഡല് ഡ്രസ്സാണ് കേട്ടോ. ഇത് വന്ന് A-line പാറ്റേണിലാണ് വന്നേക്കുന്നത്. പ്യൂർ കോട്ടൺ ഒക്കെയാണ് മെറ്റീരിയല്. ഫുള്ളി ചെക്കാണ് കേട്ടോ പോയേക്കുന്നത്. ഇതിന്റെ സ്ലീവ് വന്ന് ഒരു ഷർട്ട് സ്ലീവ് പോലെയാണ്. ഇങ്ങനെ ഷർട്ടിന്റെ ഒക്കെ പോലത്തെ സ്ലീവ് ആണ് വരുന്നത്. ഫുൾ സ്ലീവ് ആണ് കേട്ടോ. ഇതിന്റെ നെക്ക് വന്ന് ചൈനീസ് കോളർ നെക്കാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ ഇവിടം വരെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അവിടെ 3-4 ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മെറ്റീരിയൽ വന്ന് പ്യൂർ കോട്ടൺ ആണ്. ഇത് സൈസ് മെറ്റീരിയൽ ഇങ്ങനെയുള്ള മെറ്റീരിയൽ ആണ്. വിന്ററിൽ സ്യൂട്ട് ആയിട്ടുള്ള നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ക്രിസ്മസിനൊക്കെ നല്ല രീതിയിൽ സ്യൂട്ട് ആയിട്ടുള്ള നല്ലൊരു ഡ്രസ്സാണ് ഇത്. ഇത് പിന്നെ നമുക്ക് ഡെയിലി വെയറിനും പറ്റും. അങ്ങനെ വാഷ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ ഒക്കെയാണ്. ഇതെനിക്ക് മുട്ടിന് തൊട്ട് താഴെയാണ് ഇതിന്റെ ഇറക്കം ഉണ്ടാവുന്നത്. ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു XXL വരെയാണ് കേട്ടോ. ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്ന് ലാർജ് ആണ്. എന്നിട്ട് എനിക്ക് കുറച്ചൊന്ന് ഷേപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. എന്റെ സൈസ് എന്ന് പറയുന്നത് ലാർജിനും XL-നും ഇടയ്ക്കാണ് കേട്ടോ. ചിലത് വന്ന് XL ആയിരിക്കും, ചിലത് വന്ന് ലാർജ് ആയിരിക്കും. അപ്പൊ സൈസ് ചാർട്ട് നോക്കിയാണ് ഞാൻ എടുക്കാറ്. സൈസ് ചാർട്ട് നോക്കി എടുത്തിട്ടും എനിക്കിത് കുറച്ചൊന്ന് വലുതായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ എടുക്കുവാണ് ഒരു സൈസ് ചെറുത് എടുത്താൽ മതിയാവും. നിങ്ങൾ എടുക്കുമ്പം എല്ലാ ഡ്രസ്സിന്റെയും താഴെ സൈസ് ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നിങ്ങളുടെ സൈസ് ഏതാന്ന് നോക്കിയിട്ട് എടുക്കുക. ഇത് പിന്നെ ഡ്രസ്സായിട്ട് വെയർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ വെയർ ചെയ്യാം, അല്ലാതെ ബോട്ടം ഇട്ട് വെയർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ വെയർ ചെയ്യാം കേട്ടോ. ജീൻസ് ഒക്കെ വെയർ ചെയ്ത സാധാ കുർത്തയായിട്ടും നിങ്ങൾക്ക് വെയർ ചെയ്യാം കേട്ടോ. ഇതിന്റെ പ്രൈസ് വന്ന് 899 രൂപയാണ്. നെക്സ്റ്റ് വന്ന് ഒരു മാക്സി ഫുൾ ലെങ്ത് ഗൗൺ ആണ്. ഇത് റെഡ് കളറിലാണ് വന്നേക്കുന്നത്. ഷിഫോൺ മെറ്റീരിയൽ ആണ്. നമുക്ക് വെയർ ചെയ്തുമ്പം നല്ല ഒതുക്കം തോന്നുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് അതിന്റെ മെറ്റീരിയൽ ഉണ്ടാവുന്നത്. സ്ലീവ് വന്ന ഫുൾ ലെങ്ത് ആണ്. അതിലേക്ക് ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ നെക്ക് വന്ന കോളർ നെക്കാണ്. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ ആലിയ കട്ട് മോഡലിലാണ് ഫ്രണ്ട് കട്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് അവിടുന്ന് ഫ്ലീറ്റ് അടിച്ച് പോയേക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ബാക്ക് വന്ന് വേസ്റ്റിന്റെ അവിടുന്ന് താഴേക്ക് ഫ്ലീറ്റ് അടിച്ച് വന്നിട്ടുണ്ട്. ഈ ഗൗണ് വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതി ബോഡി ഹഗ്ഗിങ് ആയിട്ടാണ് കേട്ടോ ഇത് കിടക്കുന്നത്. നല്ലൊരു ബോഡിക്ക് ഷേപ്പ് ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ മെറ്റീരിയലും വെയർ ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ. നല്ലൊരു കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ് ഇത്. കാണാനും നല്ലൊരു ലുക്കൊക്കെ ഉണ്ട്. നമുക്കിത് സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനും നല്ലതാണ് കേട്ടോ. ഇത് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ, ഒരു ഗെറ്റ് ടുഗദർ അങ്ങനെയുള്ള ഫംഗ്ഷൻസിന് ഇത് യൂസ് ചെയ്യാനും നല്ല രീതിയിൽ സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു XL വരെയാണ്. ഞാൻ എടുത്തേക്കുന്ന സൈസ് ഒന്ന് XL ആണ്. XL എടുത്തിട്ട് എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആണ് കേട്ടോ. ഒന്നും തന്നെ ചെയ്യേണ്ട, നല്ല പെർഫെക്റ്റ് ഫിറ്റിലാണ് കിടക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് 689 രൂപയാണ്. നെക്സ്റ്റ് വന്ന് ഒരു റെഡ് കളർ കുർത്ത സെറ്റ് ആണ്. ഇത് വന്ന് ബോട്ടം ആൻഡ് കുർത്തയായിട്ടാണ് വരുന്നത്. ഈ കുർത്ത വന്ന് ഒരു ആലിയ കട്ട് ആൻഡ് A-line കട്ടിലാണ് കേട്ടോ വരുന്നത്.
ഫ്രണ്ട് വന്ന് ഒരു ആലിയ കട്ടൊക്കെ പോലെ, എന്നാൽ ബസ്റ്റിന്റെ അവിടെ നിന്നല്ല കേട്ടോ കട്ട് ചെയ്തേക്കുന്ന, നമ്മുടെ വേസ്റ്റിന്റെ അവിടെ നിന്നാണ്. വേസ്റ്റിന്റെ അവിടെ നിന്ന് ഈ കുറച്ച് ഭാഗം മാത്രം ചെറുതായിട്ട് ഫ്ലീറ്റ് അടിച്ചു പോകുന്നുണ്ട്. നെക്ക് വന്ന് ഒരു റൗണ്ട് വന്നിട്ട് ഇവിടുന്ന് ഒരു കട്ടാണ് കേട്ടോ ഫ്രണ്ട് പോകുന്നത്. അതിന്റെ ഫ്രണ്ടില് 2 പോളി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് താഴേക്ക് ചെറിയ ഫ്ലീറ്റ് അടിച്ചാണ് കേട്ടോ പോകുന്നത്. ഫുള്ളി ഫ്ലീറ്റ് ഇല്ല, ഈ ഫ്രണ്ട് പോർഷൻ മാത്രം, ഈ യോക്കിന്റെ ഇത്രയും പോർഷൻ മാത്രമാണ് ഫ്ലീറ്റ് അടിച്ച് വന്നേക്കുന്നത്. അത് നമ്മുടെ ഒരു വേസ്റ്റിന്റെ അവിടെ നിന്നാണ് ഫ്ലീറ്റ് അടിച്ച് വന്നേക്കുന്നത്. ബാക്ക് പോർഷൻ വന്ന് ഏലൈൻ കട്ടാണ്. ഇതിന്റെ സ്ലീവ് വന്ന് 3/4 സ്ലീവ് ഒക്കെയാണ്. പ്ലെയിൻ ആണ് കേട്ടോ, കുർത്ത ഫുള്ളും പ്ലെയിൻ ആണ്, മറ്റു ഡിസൈൻ ഒന്നുമില്ല. പക്ഷെ നല്ല സ്റ്റൈലിഷ് ആൻഡ് എലഗന്റ് ലുക്ക് തരുന്നുണ്ട് കേട്ടോ. നമുക്ക് വെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു വൈബ്രന്റ് കളറൊക്കെയാണ്. നമുക്ക് വെയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്ന പോലത്തെ തോന്നുന്ന ഒരു കളറാണ് കേട്ടോ ഇത്. എനിക്ക് ഈ കുർത്ത അത്യാവശ്യം നല്ല രീതിയിൽ ഇറക്കുന്നുണ്ട് കേട്ടോ. ഒരു കാഫ് ലെന്തിന് താഴെയൊക്കെ വരെ എനിക്ക് ഈ കുർത്ത വെയർ ചെയ്തിട്ട് ഇറക്കുന്നുണ്ട്. ഇതിന്റെ മെറ്റീരിയൽ വന്ന് ഇവരിതിൽ പറയുന്നത് വിസ്കോസ് റയോൺ എന്നാണ്. പക്ഷെ എനിക്ക് ഇത് വിസ്കോസ് റയോൺ ആയിട്ട് തോന്നുന്നില്ല, വേറൊരു മെറ്റീരിയലാ. ഇങ്ങനെ കോട്ടൺ അല്ല, പ്യൂർ കോട്ടൺ അല്ല, വേറൊരു മെറ്റീരിയൽ കേട്ടോ. കണ്ടെങ്കിൽ നമുക്ക് കോട്ടൺ ഒക്കെ പോലെ തോന്നും, പക്ഷെ വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിലൊരു കംഫർട്ടൊക്കെ തോന്നുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതിന്റെ ബോട്ടം വന്നിട്ട് പലാസ ബോട്ടം ആണ്. ഇത്രയും വിട്ടൊക്കെയാണ് കേട്ടോ അടിഭാഗത്തിന് ഉണ്ടാവുക. ബോട്ടത്തിന്റെ വേസ്റ്റ് പോർഷൻ വന്ന് ഇങ്ങനെ ലാസ്റ്റിക് ആണ്, ഫ്രണ്ടും ബാക്കും ഒരുപോലെ ലാസ്റ്റിക് ആണ് കേട്ടോ. ഈ കുർത്തയുടെ പ്ലസ് സൈസും സൈസ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിന് സൈസ് വരുന്നത് സ്മോൾ ടു 5XL വരെ ഉണ്ട്. ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്ന XL ആണ്. XL എടുത്തിട്ട് എനിക്ക് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഓടലും സ്ലീവും ഒക്കെ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് 633 രൂപയാണ്. ആ പ്രൈസിന് ഇത് നല്ലൊരു ഡീലാണ്, ആർക്കെങ്കിലും വേണമെച്ചാൽ എടുത്തോളൂ കേട്ടോ. നെക്സ്റ്റ് വന്നും ഒരു കോട്ടൺ കുർത്ത സെറ്റ് ആണ്. ബോട്ടം ആൻഡ് കുർത്തയാണ് വരുന്നത്. ഇത് വന്ന പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ്, കുറച്ച് കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് വന്ന ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത്. അതിലേക്ക് സ്ട്രോബെറി എംബ്രോയിഡറി ഡിസൈൻ ആണ് കേട്ടോ ഫുള്ളി പോകുന്നത്. ഇങ്ങനൊരു സ്ട്രോബെറി ഡിസൈൻ ആണ് പോകുന്നത്, എംബ്രോയിഡറി ആണ് പോകുന്നത്. ഇതിൽ മാത്രമേ എംബ്രോയിഡറി ഉള്ളൂ, ബാക്ക് പ്ലെയിൻ ആണ് കേട്ടോ. ഇത് ചൈനീസ് കോളർ നെക്കാണ്. എന്നിട്ട് യോക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഫ്രണ്ടില് ഒരു റെഡ് കളർ റണ്ണിങ് സ്റ്റിച്ച് ഒക്കെ പോകുന്നുണ്ടേ. ഈ കുർത്ത വന്ന് ഏലൈൻ കട്ടിലാണ് കേട്ടോ വരുന്നത്. ഇതിന്റെ ഇറക്കം വന്നിട്ട് എനിക്ക് കഫ് ലെങ്ത് വരെ ഉണ്ട്. പിന്നെ ഇതിന്റെ സ്ലീവ് ആണ് കേട്ടോ ഹൈലൈറ്റ്. സ്ലീവ് വന്നിട്ട് ഇങ്ങനെ 3/4 സ്ലീവ് ആണ്. തുമ്പത്തായിട്ട് ഇങ്ങനെ ഒരു വീതിയുള്ള പടി പോയിട്ട് അവിടേക്ക് ഇങ്ങനെ ഒരു സ്ലീവ് ഇങ്ങനെ അടിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഒരു തുമ്പിൽ ഇങ്ങനെ പഫ് സ്ലീവ് ഒക്കെ പോലെ നമുക്ക് തോന്നും. ഇതിന്റെ 2 സൈഡിലും പോക്കറ്റ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലും പോക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതിന്റെ ബോട്ടം വന്നിട്ട് ലൂസ് പലാസ ബോട്ടം ആണ്. താഴ്ഭാഗത്ത് നല്ല രീതി വിട്ടുള്ളൊരു പലാസയാണിത്. ഇത്രയും വിട്ടൊക്കെ ഉണ്ട് കേട്ടോ. വേസ്റ്റ് വന്നിട്ട് ഫ്രണ്ട് ഇങ്ങനെ പടിയാണ്, ബാക്ക് ഇങ്ങനെ ലാസ്റ്റിക് ആണ്. ഇത് ഇൻഡോയറ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ആണ് കേട്ടോ. അവരുടെ ഞാൻ നേരത്തെ കുർത്ത സെറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, നല്ലതാണ്. നമ്മൾ എന്തോരം വാഷ് ചെയ്താലും അങ്ങനെ പോകുന്നില്ല. ഞാൻ സ്ഥിരമായിട്ട് മെഷീൻ വാഷ് ഒക്കെ ചെയ്ത് ഇപ്പോഴും ഉപയോഗിക്കുന്ന കുർത്ത സെറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അവരുടെ. പിന്നെ ഈ കുർത്തയുടെ കളർ ചേഞ്ചും അവൈലബിൾ ആണ്. പിന്നെ ഈ ഇതുപോലെ തന്നെ ഓഫ് വൈറ്റിൽ വന്നിട്ട് ഇതിപ്പോ സ്ട്രോബെറി ഡിസൈൻ അല്ലേ, അതുപോലെ തന്നെ സ്റ്റാർ, വേറെ വേറെ ട്രീ, അങ്ങനെ വേറെ വേറെ ഡിസൈൻസും അവൈലബിൾ ആട്ടോ. ഈ കുർത്തയുടെ ഞാൻ സൈസ് എടുത്തേക്കുന്ന XL ആണ്. XL എടുത്തിട്ട് എനിക്ക് ഫിറ്റ് ആയിരുന്നു. വേസ്റ്റിന്റെ ഇവിടെ മാത്രം കുറച്ചൊന്ന് ഷേപ്പ് ചെയ്യേണ്ടി വന്നു കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു XXL വരെയാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 1399 രൂപയാണ്. നെക്സ്റ്റ് വന്ന് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് വന്ന് മാക്സി ഡ്രസ് മോഡലാണ് ഉണ്ടാവുന്നത്. ഈ കുർത്ത വന്നിട്ട് ഓഫ് വൈറ്റ് അല്ല കേട്ടോ, പ്യൂർ വൈറ്റ് ആണ്. അതിലേക്ക് ഹെയർ ഷേപ്പിലുള്ള പ്രിന്റ് പോകുന്നുണ്ട് കേട്ടോ. റെഡ് കളർ പ്രിന്റ് പോകുന്നുണ്ട്, പ്രിന്റ് ആണ്. ഇതെനിക്ക് കാഫ് ലെങ്ത് വരെയാണ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് മീഡിയം ഹൈറ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു നീ ലെങ്തിന് താഴെയാണ് കേട്ടോ ഉണ്ടാവുന്നത്. ഇതിന്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്, പ്ലെയിൻ സ്ലീവ് ആണ്. എന്നിട്ട് തുമ്പത്തേക്ക് ഒരു പടി പോകുന്നുണ്ട്, പടിയുടെ ചുറ്റിലും ചെറുതായിട്ട് ഞൂറി പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്രില്ല് പോലെ ചെറുതായിട്ട് അടിച്ചു പോകുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു കുർത്തയുടെ കാണിച്ചില്ലേ ഇപ്പൊ മുന്നേ, അതുപോലത്തെ സ്ലീവ് ആണ് ഇത്. ഇവര് പിക്ചറിൽ കാണിച്ചേക്കുന്ന ആലിയ കട്ട് കുർത്തിയായിട്ടാണ് കേട്ടോ. ബസ്റ്റിന്റെ അവിടെ ഇങ്ങനെ കട്ട് വന്നിട്ട് ചെറിയൊരു ടൈ ഒക്കെ അറ്റാച്ച് ചെയ്ത്, പക്ഷെ കൈ കിട്ടിയപ്പോൾ മാക്സി ഡ്രസ് ആണ് കേട്ടോ. കട്ടിങ്ങിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, കാണാനൊക്കെ അത് കാണുന്ന പോലൊക്കെ തന്നെയാണ്, സ്ലീവ് ഒക്കെ അതുപോലൊക്കെ തന്നെയാണ്. പിന്നെ മാക്സി ഡ്രസ് ആണ് കേട്ടോ. ഞാൻ ആലിയ കട്ടാന്ന് വിചാരിച്ചാണ് ഇത് എടുത്തത് കേട്ടോ.
ഇല്ല, ഒരു നോർമൽ കുർത്തി. ഇതിന്റെ പ്രൈസ് വരുന്നത് 411 രൂപയാണ്. സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു ഡബിൾ എക്സൽ വരെയാണ്. ഈ കുർത്തിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഓവറായിട്ടൊന്നുമില്ല, നോർമൽ ആയിട്ടുള്ള ഒരു വിസ്കോസ് റയോൺ കുർത്തി. ഈ പ്രിന്റ് ഇപ്പൊ മോഡലാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനു മുന്നേ ഞാൻ കാണിച്ച ഹോളിലും ഇതുപോലത്തെ ഡിസൈനുള്ള കുർത്തി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ എംബ്രോയിഡറി വർക്ക് ഉള്ളത് കൊണ്ട് പിന്നെ പ്രിന്റ് ഉള്ളത് കൊണ്ട് കേട്ടോ. ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ്. ഞാൻ സൈസ് ചാർട്ട് നോക്കിയാണ് എടുത്തത്. ഡബിൾ എക്സൽ എടുത്തിട്ട് എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആണ് കേട്ടോ. സാധാരണ എനിക്ക് സൈസ് വരുന്ന എക്സൽ ആണ്, പക്ഷെ ഇത് ഡബിൾ എക്സൽ ആണ് കേട്ടോ സൈസ്. സ്ലീവ് മാത്രം കുറച്ച് ലൂസ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഇത് പെർഫെക്റ്റ് ഫിറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വന്ന് ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു ഫുൾ ലെങ്ത് മാക്സി ഗൗൺ ആണ് കേട്ടോ. ഇത് ഓഫ് വൈറ്റ് എന്നോ ബേജ് എന്നോ ഒക്കെ പറയാം, അതുപോലത്തെ ഒരു കളറാണേ. അതിലേക്ക് ഫുള്ളി ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ പോകുന്നത്. ഷിഫോൺ മെറ്റീരിയൽ ആണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോൺ മെറ്റീരിയൽ ഒക്കെയാണ്. ഇതിന്റെ സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണേ. പിന്നെ തുമ്പിലായിട്ട് ഇങ്ങനെ പടിയൊക്കെ അറ്റാച്ച് ചെയ്ത ഒരു സ്ലീവ്, ഒരു പഫ് സ്ലീവ് പോലത്തെ സ്ലീവ്. ഇതിന്റെ നെക്ക് പോർഷനിലൊക്കെ ഇങ്ങനെ ചെറിയൊരു ബീഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പടി കൊടുത്തിട്ട് അതിലേക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഒന്നും ആക്കാൻ പറ്റുകയില്ല. സ്ലീവിലും അതുപോലെ തുമ്പത്തായിട്ട് ഇങ്ങനെ ഒരു ബീഡ് വർക്കും ഇങ്ങനൊരു ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്കിത് ഫുൾ ലെങ്ത് ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുന്നത്. അപ്പൊ നല്ല രീതിയിൽ ഹൈറ്റ് ഒക്കെ ഉള്ളവർക്ക് ഒരു കഫ് ലെങ്ത് ഒക്കെ വരെ ഇത് കാണുള്ളേ. പിന്നെ ഇവരൊരു ടൈ കൊടുത്തിട്ടുണ്ട്. ഇത് ടൈ ആണ്. എന്നിട്ട് ഇതുവഴിയിട്ട് നമുക്ക് ബാക്കിലേക്ക് ടൈ ചെയ്ത് വെക്കാം. ആ ടൈയിലും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ബീഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മാക്സി ഡ്രസ് മോഡലാണ് കേട്ടോ ഈ ഗൗൺ വന്നേക്കുന്നത്. ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഈ ടൈയുടെ തുമ്പത്ത് ഇങ്ങനെ ടെസ്ലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓഫ് വൈറ്റിലേക്ക് റെഡ് ആൻഡ് ഗ്രീൻ കളർ ഫ്ലോറൽ ഡിസൈൻ ഒക്കെയാണ് പോയേക്കുന്നത്. ഈ ഗൗണിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ പാനൽ അടിച്ചാണ് കേട്ടോ പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വിരിവുണ്ട് കേട്ടോ നമുക്ക് താഴ്ഭാഗത്ത്. ഈ ഗൗൺ വന്നിട്ട് സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഗൗണിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കോട്ടൺ ലൈനിങ് ഒക്കെ താഴെ വരെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സൈസ് വരുന്നത് സ്മോൾ ടു എക്സൽ വരെയാണ്. ഞാൻ എടുത്തേക്കുന്ന സൈസ് എക്സൽ ആണ്. എക്സൽ എടുത്തിട്ട് എനിക്ക് ലൂസ് ഒന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. ഷേപ്പ് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. പിന്നെ ഇതിന്റെ പ്രൈസ് വന്ന് 899 രൂപയാണ്. നെക്സ്റ്റ് വന്നിട്ട് ഗ്രീൻ കളർ മാക്സി ഡ്രസ് ആണ്. ഇതിന്റെ മെറ്റീരിയൽ വന്ന റയോൺ ആണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ് ആണ് കേട്ടോ. ഈ ഡ്രസ് വന്ന് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇതിന്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ സിബൊക്കെ ഇവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പടി ഇവിടെ കൊടുത്തിട്ടുണ്ട് യോക്കിലെ. അപ്പം എന്നിട്ട് അതിന്റെ അടിയിലാണ് സിബ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അവിടെ സിബ് ഉള്ളതായിട്ട് നമുക്ക് കാണില്ല. അതിങ്ങനെ മാറ്റി നോക്കുമ്പോഴേ നമുക്ക് കാണുള്ളൂ കേട്ടോ. അതുകൊണ്ട് അവിടെ സിബ് ഉള്ളതായിട്ട് നമുക്ക് അറിയുകയില്ല. അല്ലാത്തവർക്കും വേണേ നമുക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ സ്ലീവ് വന്ന് ഹാഫ് സ്ലീവ് ആണ്. തുമ്പിലായിട്ട് ഇങ്ങനെ ഫ്രില്ല് അടിച്ചു പോയിട്ടുണ്ട്. ഇങ്ങനെ ഗ്യാതേർഡ് പോലെ ഒരു സ്ലീവ് ആണ് കേട്ടോ. പിന്നെ ഇവര് വേസ്റ്റ് പോർഷനിൽ ഒരു ടൈ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷേപ്പിനനുസരിച്ച് ബാക്കിൽ ടൈ ചെയ്ത് വെക്കാവേ. പിന്നെ ഈ ഡ്രസ്സിന്റെ സ്കേർട്ട് പോർഷനിൽ ഇങ്ങനെ ഗ്യാതേർഡ് ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അതിങ്ങനെ ഇവര് പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പാർട്ടീഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ഗ്യാതേർഡ് ആയിട്ടാണ് ഇത് കിടക്കുന്നത് കേട്ടോ. നല്ല അത്യാവശ്യം നല്ലൊരു വിരിഞ്ഞു കിടക്കും. ബാക്കും ഫ്രണ്ടും ഒക്കെ ഒരേ കട്ടിലാണ് പോയേക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു മാക്സി ഡ്രസ് കേട്ടോ. സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആണ്. ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു ഡബിൾ എക്സൽ വരെയാണ്. ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്ന് ലാർജ് ആണ്. ലാർജ് എടുത്തിട്ട് എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു സൈസ് എക്സൽ ഒക്കെ ഉള്ളവർ ഒരു സൈസ് ചെറുത് എടുത്താൽ മതിയാവും കേട്ടോ. ഇതിന്റെ പ്രൈസ് വന്ന 388 രൂപയുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ഫ്ലിപ്കാർട്ട് ഹോള്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. പിന്നെ ഇന്ന് കാണിച്ച എല്ലാ പ്രൊഡക്റ്റിന്റെ ലിങ്ക് നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നേരത്തെ ചെയ്ത ഹോൾസിന്റെയും വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യണേ. പിന്നെ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ഹൈപ്പ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പിലും കൂടെ ടച്ച് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.